ഹരി ഓം. ഖണ്ഡം 3. ഗിരിരാജഖണ്ഡം. അധ്യായം 1. ഗിരിരാജ പൂജാവിധി വർണ്ണനം. ബഹുലാശ്വനും നാരദനും തമ്മിലുള്ള സംഭാഷണം തുടരുന്നു. ബഹുലാശ്വൻ ചോദിച്ചു, ഭഗവാൻ എങ്ങനെയാണ് ഗോവർദ്ധന പർവ്വതം എടുത്തു ഉയർത്തിയത്? അത്ഭുതകരമായ ഭഗവാന്റെ ഈ ദിവ്യചരിത്രം ദയവായി പറഞ്ഞു തന്നാലും. ശ്രീ നാരദൻ പറഞ്ഞു, രാജാക്കന്മാർക്ക് വർഷം തോറും കരം നൽകുന്നതുപോലെ ഗോപന്മാർ ദേവേന്ദ്രനു യാഗം നടത്തുന്നത് പതിവായിരുന്നു. അങ്ങനെ ഒരു ദിവസം ദേവേന്ദ്രനു വേണ്ടിയുള്ള യാഗത്തിനായി ഒരുക്കങ്ങൾ നടക്കുന്നതു കണ്ട ശ്രീകൃഷ്ണൻ യദുസസ്സിൽ വെച്ച് നന്ദഗോപരോട് ഇപ്രകാരം ചോദിച്ചു, ഇന്ദ്രനെ ആരാധിക്കുന്നതിലൂടെ ലഭിക്കുന്ന ഫലം എന്താണ്? അത് ലൗകികമായ ഭൗതിക ഫലമാണോ അല്ലെങ്കിൽ അലൗകികമായ ആത്മീയ ഫലമാണോ? അതിനുത്തരമായി ശ്രീനന്ദൻ പറഞ്ഞു, ദേവേന്ദ്രനെ പൂജിച്ചാൽ ഭക്തിയും മുക്തിയും ലഭിക്കും. ആ രണ്ടും മനുഷ്യജീവിതത്തിന് വളരെ ആവശ്യമായതാണ്. അവ ഇല്ലെങ്കിൽ മനുഷ്യൻ സുഖവും ശാന്തിയും ലഭിക്കുകയില്ല. അപ്പോൾ ഭഗവാൻ കൃഷ്ണൻ പറഞ്ഞു, ഇന്ദ്രൻ ഉൾപ്പെടെയുള്ള ദേവന്മാർ തങ്ങളുടെ പൂർവജന്മങ്ങളിലെ സുകൃതഫലത്താലാണ് ഈ ഉന്നത സ്ഥാനങ്ങളിൽ എത്തിയതും സ്വർഗത്തിലെ സുഖങ്ങൾ അനുഭവിക്കുന്നതും. അവർ കൈവരിച്ച പുണ്യം സമാപിക്കുന്നതോടുകൂടി വീണ്ടും മനുഷ്യരായി ജന്മമെടുക്കേണ്ടിവരും. അവരെ ആരാധിച്ചതുകൊണ്ട് മാത്രം മോക്ഷം ഒരിക്കലും ലഭിക്കുകയില്ല. ബ്രഹ്മാവിനു പോലും കാലത്തെ ഭയമാണ്. അതുകൊണ്ട് ഹരിയെ ഭജിച്ചുകൊണ്ടും സത്കർമ്മങ്ങൾ ചെയ്തുകൊണ്ടും ജീവിച്ചാൽ മോക്ഷം പ്രാപിക്കാം. ഹരിയുടെ മാർവിടത്തിൽ നിന്നു ഉദ്ഭവിച്ച ഗോവർദ്ധനഗിരി പുലസ്ത്യമുനിയുടെ പ്രഭാവത്താലാണ് വൃന്ദാവനത്തിൽ എത്തിച്ചേർന്നത്. ആകയാൽ ഭക്തിപൂർവം ഗോവിപ്രാദികളെ പൂജിച്ച് ഈ പൂജാദ്രവ്യങ്ങളെല്ലാം ഗോവർദ്ധനഗിരിക്ക് സമർപ്പിക്കുക. ഇതു കേട്ട നന്ദാദിഗോപന്മാർ ആ അഭിപ്രായം സന്തോഷത്തോടെ സ്വീകരിച്ചു. അപ്പോൾ വൃദ്ധനും ധർമ്മനിഷ്ഠനുമായ സനന്ദൻ ഭഗവാൻ ശ്രീകൃഷ്ണനോട് വിനയപൂർവം ഇപ്രകാരം ചോദിച്ചു, ഹേ ജ്ഞാനസ്വരൂപനായ നന്ദകുമാര, ഏതുവിധത്തിലാണ് ഗിരിപൂജ നടത്തേണ്ടത് എന്ന് ദയവായി പറഞ്ഞാലും. അതിനുത്തരമായി ഭഗവാൻ പൂജാവിധികൾ വിശദമായി വിവരിച്ചു. ഗോവർദ്ധന താഴ്വര ചാണകം മെഴുകി ശുദ്ധമാക്കിയ ശേഷം പൂജയ്ക്കാവശ്യമായ ദ്രവ്യങ്ങൾ എല്ലാം ഭക്തിയോടെ ഒരുക്കിവെക്കുക. സഹസ്രശീർഷമന്ത്രം ജപിച്ചുകൊണ്ട് ഗംഗാജലവും യമുനാജലവും സമർപ്പിക്കണം. ശേഷം പാൽ, പഞ്ചാമൃതം എന്നിവ കൊണ്ട് അഭിഷേകം നടത്തി കൃഷ്ണജലം കൊണ്ട് ഗോവർദ്ധനത്തെ സ്നാനം ചെയ്യിക്കണം. തുടർന്ന് വസ്ത്രം, മാല, പുഷ്പം തുടങ്ങിയവ സമർപ്പിച്ച് അനേകം ദീപങ്ങൾ തെളിയിക്കണം. ഇവയെല്ലാം കഴിഞ്ഞ് ഗോവർദ്ധനത്തെ ഭക്തിപൂർവം തൊഴുത് പ്രദക്ഷിണം വെച്ച് നമസ്കരിച്ചു ഈ മന്ത്രം ചൊല്ലണം. നമോ വൃന്ദാവനാംഗായ തുഭ്യം ഗോലോകമൗലിനെ, പൂർണ്ണ ബ്രഹ്മാദപത്രായ നമോ ഗോവർദ്ധനായ. ശേഷം പുഷ്പാഞ്ജലിയും നിരാഞ്ജനവും സമർപ്പിക്കണം. മണി, മൃദംഗം തുടങ്ങിയ വാദ്യങ്ങളുടെ മംഗളഘോഷത്തോടൊപ്പം മന്ത്രജപം നടത്തി മലരഭിഷേകവും നിർവഹിക്കണം. തുളസീതളം ചേർത്ത ഗംഗാജലവും യമുനാജലവും നിറച്ച 64 കലശങ്ങൾ 5 വിഭാഗങ്ങളായി ഒരുക്കിവെക്കണം. 56 വിഭവങ്ങളുള്ള മഹാഭോജനം സമർപ്പിച്ച് ബ്രാഹ്മണരെയും പശുക്കളെയും അഗ്നിയെയും ദേവന്മാരെയും പൂജിക്കണം. ശേഷം സന്നിഹിതരായ എല്ലാവർക്കും ഭോജനം നൽകണം. പിന്നീട് മംഗളധ്വനി മുഴങ്ങിക്കൊണ്ടിരിക്കെ ഗോപികകളും ഗോപന്മാരും ആനന്ദപൂർവ്വം നൃത്തം ചെയ്ത് ഗോവർദ്ധനോത്സവം ആഘോഷിക്കണം. അതിനുശേഷം ഗോവർദ്ധനഗിരി ഇല്ലാത്ത സ്ഥലങ്ങളിൽ ഗോവർദ്ധന പൂജ എങ്ങനെ ആചരിക്കണമെന്ന് ശ്രീകൃഷ്ണൻ ഉപദേശിച്ചു. വറളിയോ ഉണക്കിയ ചാണകമോ ഉപയോഗിച്ച് ഗോവർദ്ധനഗിരിയുടെ രൂപം ഉണ്ടാക്കണം. ശേഷം പുഷ്പങ്ങളും പുല്ലും കൊണ്ട് അതിനെ മനോഹരമായി അലങ്കരിച്ച് അതുതന്നെ ഗോവർദ്ധനമാണെന്ന് മനസ്സിൽ സങ്കൽപ്പിച്ച് ഭക്തിപൂർവ്വം പൂജിക്കണം. അതിന്റെ മുകളിൽ ഗോവർദ്ധനത്തിൽ നിന്നുള്ള ഒരു ശില സ്ഥാപിക്കുന്നുവെങ്കിൽ അവിടെ നിന്ന് എടുക്കുന്ന ഓരോ ശിലയ്ക്കും പകരമായി അതേ ഭാരമുള്ള സ്വർണം അവിടെ സമർപ്പിക്കണം. അങ്ങനെ ചെയ്യാതിരുന്നാൽ അവർ മഹാരൗരവം എന്ന നരകത്തിലേക്ക് പോകേണ്ടിവരും. ഗോവർദ്ധന പൂജ നിർവഹിക്കുന്നവർക്ക് എല്ലാ തീർത്ഥങ്ങളിലും സ്നാനം നടത്തിയതിന്റെ മഹത്തായ ഫലം ലഭിക്കും. മുടങ്ങാതെ ഈ ഗോവർദ്ധന പൂജ ആചരിക്കുന്നവർക്ക് സകല സുഖങ്ങളും പ്രാപ്യമാകുന്നതോടൊപ്പം അവസാനം മോക്ഷപ്രാപ്തിയും ലഭിക്കും. ഇതോടെ 3-ാം ഖണ്ഡത്തിലെ 1-ാം അധ്യായം ഇവിടെ സമാപിക്കുന്നു. ഹരി ഓം. ഹരി ഓം. ഖണ്ഡം 3. ഗിരിരാജഖണ്ഡം. അധ്യായം 2. ഗിരിരാജ മഹോത്സവ വർണ്ണന. ബഹുലാശ്വനും നാരദനും തമ്മിലുള്ള സംഭാഷണം തുടരുന്നു. ശ്രീ നാരദൻ പറഞ്ഞു, ശ്രീകൃഷ്ണൻ വിവരിച്ച ഈ ഗിരിരാജ പൂജാവിധികൾ കേട്ട എല്ലാവരും വിസ്മയഭരിതരായി. തുടർന്ന് എല്ലാവരും ഗിരിരാജ പൂജയ്ക്കായുള്ള ഒരുക്കങ്ങൾ ആരംഭിച്ചു. പൂജാദ്രവ്യങ്ങൾ കയ്യിലെടുത്ത് രാമകൃഷ്ണന്മാരെ കൂട്ടിക്കൊണ്ട് അവർ ഗോവർദ്ധനത്തിന്റെ സന്നിധിയിലെത്തി. അപ്പോഴേക്കും രോഹിണിയും യശോദയും ഗർഗംഹർഷിയും അവിടെ എത്തിച്ചേർന്നു. വൃഷഭാനുവും നന്ദനും ഉപനന്ദനും പുത്രപൗത്രന്മാരോടൊപ്പം യജ്ഞസാമഗ്രികളുമായി അവിടേക്ക് വന്നു ചേർന്നു. അത്യന്തം മനോഹരമായ രഥത്തിൽ ആരൂഢയായി രാധയും അവളുടെ സഖിമാരും ഗോപികമാരും അവിടെ എത്തിച്ചേർന്നു. ലളിത, വിശാഖ, ചന്ദ്രാനന, രമ, വിരജ, മായ, കൃഷ്ണ, ജാൻവി എന്നിവർ അവിടെ ഉണ്ടായിരുന്നു. അവരോടൊപ്പം അഷ്ടസഖികളും ഷോഡശസഖികളും ദ്വാത്രിംശ സഖികളും സന്നിഹിതരായിരുന്നു. മിഥിലാവാസിനികളും കോസല പ്രദേശവാസിനികളും അയോധ്യാപുര നിവാസിനികളും അവിടെ എത്തിയിരുന്നു. ശ്രുതിരൂപകളും ഋഷിരൂപകളും യജ്ഞസിതാസ്വരൂപകളും ചേർന്ന ഒരു വിശാല സമൂഹം ആ സ്ഥലത്തെ ഭംഗിയാർന്നതാക്കി. വൈകുണ്ഠവാസിനി ദേവിമാരും ഊർധ്വ വൈകുണ്ഠവാസികളും ശ്വേതദ്വീപ നിവാസികളും
ധ്രുവലോകത്തെയും ലോകാലോകത്തെയും നിവാസികളും ഗോവർദ്ധന പൂജയ്ക്കായി അവിടെ സന്നിഹിതരായി. അവരോടൊപ്പം അപ്സരസുകളും നാഗകന്യകമാരും അവിടേക്ക് വന്നുചേർന്നു. സാക്ഷാൽ മഹാദേവനും ഉമാദേവിയോടൊപ്പം അവിടേക്ക് എത്തിച്ചേർന്നു. രാജഋഷികളും ബ്രഹ്മഋഷികളും ഉൾപ്പെടെ അനേകം ബ്രാഹ്മണർ അവിടേക്ക് വന്നുകൊണ്ടിരുന്നു. ഗോവർദ്ധനത്തിന്റെ ഓരോ ശിലയും രത്നമയ പ്രഭയാൽ തിളങ്ങി. അതിന്റെ സ്വർണ്ണശിഖരം ഉയർന്ന് ഭംഗിയായി നിലകൊണ്ടു. ഹിമാലയം, മഹാമേരു തുടങ്ങിയ മഹാപർവ്വതങ്ങൾ ദിവ്യരൂപം ധരിച്ച് കാഴ്ചദ്രവ്യങ്ങളുമായി വന്ന് ഗോവർദ്ധനത്തെ ഭക്തിപൂർവ്വം വണങ്ങി. ഭഗവാൻ ശ്രീകൃഷ്ണന്റെ നിർദ്ദേശപ്രകാരം നന്ദഗോപൻ ആദ്യം ഗോവർദ്ധനത്തെ ഭക്തിപൂർവ്വം പൂജിച്ചു. അതിനുശേഷം ബ്രാഹ്മണരെയും പശുക്കളെയും അഗ്നിയെയും ആരാധിച്ചു. ഗോവർദ്ധന സേവയ്ക്കായി ധനവും പൂജാസാമഗ്രികളും സമർപ്പിച്ചു. എല്ലാവരും ആനന്ദത്തോടെ ആടിയും പാടിയും ഭഗവാനോടൊപ്പം ഗോവർദ്ധനഗിരിയെ പ്രദക്ഷിണം വെച്ചു. അപ്പോൾ ദേവന്മാർ പുഷ്പങ്ങൾ വർഷിച്ചു. അപ്പോൾ ഭഗവാൻ ശ്രീകൃഷ്ണൻ അദ്ഭുതകരമായൊരു ദിവ്യരൂപം സ്വീകരിച്ചു. ഞാൻ ഗോവർദ്ധനമാണ് എന്ന് അരുളി ചെയ്തുകൊണ്ട് ശൈലരൂപത്തിൽ തലയുയർത്തി സമർപ്പിച്ച എല്ലാ ഭോഗങ്ങളും സ്വീകരിച്ചു. ഈ ദൃശ്യം കണ്ട ഗോപികകളും ഗോപന്മാരും വിസ്മയഭരിതരായി നിന്നു. തങ്ങൾക്കും തങ്ങളുടെ ഗോക്കൾക്കും എന്നും സുഖസമൃദ്ധിയോടെ ജീവിക്കാനാകണമേ എന്ന് അവർ പ്രാർത്ഥിച്ചപ്പോൾ അങ്ങനെയാവട്ടെ എന്ന് ഭഗവാൻ അനുഗ്രഹിച്ച് അന്തർധാനം ചെയ്തു. പൂജയിൽ പങ്കെടുത്ത സകലരും ഗോവർദ്ധനത്തെ ഭക്തിപൂർവ്വം നമസ്കരിച്ച് തങ്ങളുടെ സ്വസ്ഥാനങ്ങളിലേക്ക് മടങ്ങി. ആരാണ് ശ്രീകൃഷ്ണന്റെ ചരിത്രവും ഗോവർദ്ധനോത്സവവും ഭക്തിപൂർവ്വം ശ്രവിക്കുന്നത്, അവരുടെ സർവ്വപാപങ്ങളും നശിച്ച് അവർ പവിത്രരായി മാറും എന്ന് നാരദൻ കൂട്ടിച്ചേർത്തു. ഇതോടെ 3-ാം ഖണ്ഡത്തിലെ 2-ാം അധ്യായം ഇവിടെ സമാപിക്കുന്നു. ഹരി ഓം. ഹരി ഓം. ഖണ്ഡം 3 ഗിരിരാജഖണ്ഡം. അധ്യായം 3 ഗോവർദ്ധനോദ്ധാരണം. ബഹുലാശ്വനും നാരദനും തമ്മിലുള്ള സംഭാഷണം തുടരുന്നു. ശ്രീ നാരദൻ പറഞ്ഞു, ഞാൻ ദേവലോകത്തിൽ ചെന്ന് ദേവേന്ദ്രനെ കണ്ടു. ഇന്ദ്രയാഗം മുടങ്ങിയ കാര്യവും ഗോവർദ്ധനപൂജ നടന്ന മഹിമയും വിശദമായി അദ്ദേഹത്തോട് അറിയിച്ചു. അത് ശ്രവിച്ച ദേവേന്ദ്രൻ അത്യന്തം കോപാകുലനായി. പ്രളയകാലത്ത് ലോകസംഹാരത്തിനായി ഉദിക്കുന്ന ഭയങ്കരമായ സമ്മർദ്ദക മേഘങ്ങളെ ഗോകുലം നശിപ്പിക്കാനായി ഇന്ദ്രൻ നിയോഗിച്ചു. അങ്ങനെ അതിഭയാനകമായ ആ മേഘങ്ങൾ ഗോകുലത്തിനുമേൽ വർഷിക്കാൻ ആരംഭിച്ചു. വലിയ കാറ്റും കനത്ത മഴയും മൂലം വൃക്ഷങ്ങൾ കടപുഴകി വീണു. വീടുകൾ പോലും തകർന്നു വീഴാൻ തുടങ്ങി. ആ ഭയാനകമായ പ്രളയവർഷത്തിൽ ബ്രഹ്മാണ്ഡവും ദിഗ്ഗജങ്ങളും സപ്തലോകങ്ങളും വരെ ഞെട്ടിവിറച്ചു. ഗോപിഗോപന്മാർ ഭയപ്പെട്ട് തങ്ങളുടെ ശിശുക്കളെ കൈകളിലെടുത്തുകൊണ്ട് നന്ദഗോപന്റെ ഗൃഹത്തിലേക്ക് അഭയം തേടിച്ചെന്നു. അവിടെ ശ്രീകൃഷ്ണന്റെ തിരുവടികളിൽ നമസ്കരിച്ച് അവർ വിറയുന്ന ഹൃദയത്തോടെ ഇങ്ങനെ അപേക്ഷിച്ചു: ഹേ രാമ, ഹേ കൃഷ്ണ, ഞങ്ങളെ രക്ഷിക്കണമേ. ദേവേന്ദ്രന്റെ കോപാഗ്നിയിൽ ഞങ്ങൾ മഹാദുരിതത്തിൽ അകപ്പെട്ടിരിക്കുന്നു. ഇനി ഞങ്ങൾ എന്തു ചെയ്യണം എന്ന് ദയവായി പറഞ്ഞു തന്നാലും. ഗോപിക ഗോപന്മാരുടെ പ്രാർത്ഥന ശ്രവിച്ച ഭഗവാൻ അവരെ ആശ്വസിപ്പിച്ചുകൊണ്ട് ഇപ്രകാരം പറഞ്ഞു: പ്രിയരെ, ആരും ഭയപ്പെടേണ്ടതില്ല. നിങ്ങളുടെ സർവ്വ വസ്തുവകകളും എടുത്തുകൊണ്ട് ഗോവർദ്ധന പർവ്വതത്തിന്റെ പാർശ്വത്തിലേക്ക് പോകുവിൻ. നിങ്ങളുടെ ഭക്തിപൂർവമായ പൂജ സ്വീകരിച്ച ഗോവർദ്ധനം നിങ്ങളെ രക്ഷിക്കും. അങ്ങനെ ഭഗവാൻ എല്ലാവരെയും അനുഗമിപ്പിച്ച് ഗോവർദ്ധന സമീപത്തെത്തി. അവിടെ ബാലലീലയിലെ ലാഘവത്തോടെ ഭഗവാൻ ഒറ്റക്കൈകൊണ്ട് ഗോവർദ്ധന പർവ്വതത്തെ ഉയർത്തിപ്പിടിച്ചു. തുടർന്ന് ഭഗവാൻ എല്ലാവരോടും സകുടുംബം ആ പർവ്വതത്തിന്റെ താഴെ ഇന്ദ്രനെ ഭയപ്പെടാതെ താമസിക്കുവാൻ നിർദ്ദേശിച്ചു. അത് കേട്ട ഗോപിക ഗോപന്മാർ തങ്ങളുടെ കുടുംബങ്ങളോടും ഗോക്കളോടും കൂടെ പർവ്വതത്തിന്റെ താഴെ അഭയം പ്രാപിച്ചു. ശ്രീകൃഷ്ണൻ സഹായത്തിനായി ബലരാമനും മറ്റു ഗോപന്മാരും അവരവരുടെ വടികൾ ഉയർത്തിപ്പിടിച്ച് പർവ്വതത്തെ താങ്ങി നിർത്തി. സുദർശനചക്രം മുകളിൽ നിലകൊണ്ട് മുകളിൽ നിന്ന് ഒഴുകിയെത്തിയ ജലം മുഴുവൻ കുടിച്ചുവറ്റിച്ചു. അതേസമയം അനന്തശേഷൻ താഴെ ചുരണ്ടുകിടന്ന് 4 ദിക്കുകളിൽ നിന്നുമെത്തിയ ജലപ്രവാഹങ്ങളെ തടഞ്ഞു നിർത്തി. അങ്ങനെ ഭഗവാൻ 7 ദിവസം ഗോവർദ്ധനത്തെ താങ്ങി നിന്നു. എന്നിട്ടും ക്രോധത്തിൽ അന്ധനായ ഇന്ദ്രൻ തന്റെ ദേവസൈന്യത്തോടൊപ്പം ഐരാവതത്തിൽ ആരോഹണം ചെയ്തു വൃന്ദാവനത്തിലെത്തി. ബ്രജഭൂമിയെ സംഹരിക്കണമെന്ന ഉദ്ദേശത്തോടെ ഇന്ദ്രൻ വജ്രായുധം കയ്യിലെടുത്തു. എന്നാൽ അതേ നിമിഷം തന്നെ ഭഗവാൻ ഇന്ദ്രന്റെ ഭുജങ്ങളെ മരവിപ്പിച്ചു. അതോടെ ഇന്ദ്രൻ ഭയത്താൽ പലായനം ചെയ്തു. ഇന്ദ്രൻ പിന്മാറിയതോടെ കാറ്റും മഴയും ശമിച്ചു. സൂര്യൻ വീണ്ടും പ്രകാശിച്ചു. ജലം കുറയുകയും ആകാശം തെളിയുകയും ചെയ്തു. പക്ഷികളും സർവ്വജീവജാലങ്ങളും സന്തോഷഭരിതരായി. അതിനുശേഷം ഭഗവാൻ എല്ലാവരോടും പുറത്തേക്ക് വരാൻ പറഞ്ഞു. എന്നാൽ കൃഷ്ണന്റെ ചങ്ങാതിമാർ കൃഷ്ണനോട് ആദ്യം പുറത്തേക്ക് വരണമെന്നു അഭ്യർത്ഥിച്ചു. പർവ്വതം തങ്ങൾ താങ്ങി നിർത്തിക്കോളാമെന്നും അവർ പറഞ്ഞു. ഭക്തരുടെ ആ സ്നേഹഭാവം കണ്ട് ഭഗവാൻ പർവ്വതത്തിന്റെ പകുതി ഭാരം അവർക്കായി കൊടുത്തു. എന്നാൽ പർവ്വതത്തിന്റെ ഭാരം സഹിക്കാനാകാതെ ബലഹീനരായ ഗോപന്മാർ തളർന്നു വീഴാൻ തുടങ്ങിയപ്പോൾ ഭഗവാൻ അവരെ സാവധാനം പുറത്തേക്ക് മാറ്റി. ഗോവർദ്ധന പർവ്വതത്തെ വീണ്ടും യഥാസ്ഥാനത്ത് പ്രതിഷ്ഠിച്ചു. അതിനുശേഷം നന്ദഗോപനും യശോദയും മറ്റു ഗോപികാഗോപന്മാരും ശ്രീകൃഷ്ണനെ ആലിംഗനം ചെയ്ത് ആശീർവദിച്ചു. കൃതാർത്ഥരായ ഗോപികാഗോപന്മാർ ഭഗവാനെ സ്തുതിച്ചുകൊണ്ട് വ്രജത്തിലേക്ക് ആനയിച്ചു. ആ സമയത്ത് ദേവന്മാർ പുഷ്പങ്ങൾ വർഷിച്ചു. ഗന്ധർവരും സിദ്ധന്മാരും ഭഗവാനെ പാടി സ്തുതിക്കുകയും ചെയ്തു. ഇവിടെ 3-ാം ഖണ്ഡത്തിലെ 3-ാം അധ്യായം സമാപിക്കുന്നു.
ഹരി ഓം. ഹരി ഓം. ഖണ്ഡം 3 ഗിരിരാജഖണ്ഡം. അധ്യായം 4 ശ്രീകൃഷ്ണ അഭിഷേകം. ബഹുലാശ്വനും നാരദനും തമ്മിലുള്ള സംഭാഷണം തുടരുന്നു. ശ്രീ നാരദൻ പറഞ്ഞു: അഹങ്കാരം ശമിച്ച ഇന്ദ്രൻ ദേവഗണങ്ങളോടൊപ്പം വൃന്ദാവനത്തിലെ ഒരു ഏകാന്ത സ്ഥാനത്തെത്തി. അവിടെ ശ്രീകൃഷ്ണ ഭഗവാനെ ഭക്തിപൂർവ്വം നമസ്കരിച്ച ശേഷം സ്തുതികൾ സമർപ്പിച്ചുകൊണ്ട് താൻ ചെയ്ത അപരാധങ്ങൾ ക്ഷമിക്കണമേ എന്നു വിനയത്തോടെ പ്രാർത്ഥിച്ചു. തുടർന്ന് ഗോവർദ്ധന തടത്തിൽ വെച്ച് കാമധേനു ഭഗവാനെ ക്ഷീരാഭിഷേകം നടത്തി. ഐരാവതം ആകാശഗംഗാജലം കൊണ്ട് ഭഗവാനെ അഭിഷേകം ചെയ്തു. ഋഷികളും വേദമാതാക്കളും ദേവഗണങ്ങളും ഗന്ധർവകിന്നരാദികളും ആനന്ദഭരിതരായി ശ്രീകൃഷ്ണ ഭഗവാനുമേൽ പുഷ്പങ്ങൾ വർഷിച്ചു. ശ്രീകൃഷ്ണ ഭഗവാന്റെ അഭിഷേകത്താൽ ഗോവർദ്ധന പർവ്വതം ഹർഷാതിരേകത്തിൽ ദ്രവീഭൂതമായി. അപ്പോൾ പരമപ്രസന്നനായ ഭഗവാൻ തന്റെ ഹസ്തമുദ്രയും പാദമുദ്രയും അതിന്മേൽ പതിപ്പിച്ചു. അവ രണ്ടും പരിപാവനമായ മഹാതീർത്ഥങ്ങളായി. ശ്രീകൃഷ്ണ ഭഗവാന്റെ അഭിഷേകസ്നാനത്തിൽ നിന്ന് വീണ ആകാശഗംഗാജലം മാനസിഗംഗ എന്ന പേരിൽ പ്രസിദ്ധമായി. കാമധേനുവിന്റെ പാൽ കൊണ്ടു ഭഗവാനെ അഭിഷേകം ചെയ്ത സ്ഥലം ഗോവിന്ദകുണ്ഡം എന്ന പേരിൽ അറിയപ്പെട്ടു. ഈ ദിവ്യതീർത്ഥങ്ങളിൽ ഭക്തിപൂർവ്വം സ്നാനം ചെയ്യുന്നവർ സകല പാപങ്ങളിൽ നിന്നും മുക്തരാകും. അനന്തരം എല്ലാവരും ഭഗവാനെ പ്രദക്ഷിണം ചെയ്തു. നിവേദ്യങ്ങളും ഉപഹാരങ്ങളും സമർപ്പിച്ച് ജയജയാരവങ്ങളോടെ പുഷ്പവർഷം നടത്തിയ ശേഷം അവർ സ്വർഗലോകത്തിലേക്ക് മടങ്ങിപ്പോയി. ആരാണോ ശ്രീകൃഷ്ണാഭിഷേകത്തിന്റെ ഈ വിവരണം ഭക്തിപൂർവ്വം ശ്രവിക്കുന്നത് അവർക്ക് 10 അശ്വമേധ യജ്ഞങ്ങളുടെ ഫലം ലഭിക്കുകയും തുടർന്ന് ഭഗവത് പ്രാപ്തി ഉണ്ടാകുകയും ചെയ്യും എന്ന് നാരദൻ കൂട്ടിച്ചേർത്തു. ഇവിടെ 3-ാം ഖണ്ഡത്തിലെ 4-ാം അധ്യായം സമാപിക്കുന്നു. ഇന്ദ്രൻ ശ്രീകൃഷ്ണ ഭഗവാനെ സ്തുതിച്ച പ്രസക്ത ഭാഗങ്ങൾ ഇവിടെ ഉൾപ്പെടുത്തുന്നു. ഹരി ഓം. ത്വം ദേവദേവ പരമേശ്വര പ്രഭു പൂർണ്ണപുരാണ പുരുഷോത്തമോത്തമ പരാൽപരസ്ത്വം പ്രകൃതേ പരോ ഹരിർ മാം പാഹി പാഹി ദ്വിപദേ ജഗത്പദേ ദശാവതാരോ ഭഗവാംസ്ത്വമേവ നിരക്ഷയാ ധർമ്മഗവാം സുദേശ്ച അദ്വൈവ ജാത പരിപൂർണദേവ കംസാദിദൈത്യേന്ദ്രവിനാശനായ ത്വന്മായയാ മോഹിതചിത്തവൃത്തിം മദോദ്ധതം ഹേളനഭാജനം മാം പിതേവപുത്രം ദ്വിപദേ ക്ഷമസ്വ പ്രസീദ ദേവേശ ജഗന്നിവാസ. ഓം നമോ ഗോവർദ്ധനോദ്ധരണായ ഗോവിന്ദായ ഗോകുലനിവാസായ ഗോപാലപദയേ ഗോപീജനഭർത്രേ ഗിരിരാജോർധത്രേ കരുണാനിധയേ ജഗദ്വിധയേ ജഗന്മംഗലായ ജഗന്നിവാസായ ജഗന്മോഹനായ കോടിമന്മഥമന്മഥായ ഋഷഭാനുസുതാവരായ ശ്രീനന്ദരാജകുലപ്രദീപായ ശ്രീകൃഷ്ണായ പരിപൂർണതമായ തുഭ്യമസംഖ്യബ്രഹ്മാണ്ഡപദയേ ഗോലോകധാമ നിഷണ്ണാധിപതയേ സ്വയം ഭഗവതേ സ്വബലായ നമസ്തേ നമസ്തേ. ഹരി ഓം. ഖണ്ഡം 3 ഗിരിരാജഖണ്ഡം. അധ്യായം 5 ഗോപവിവാദം. ബഹുലാശ്വനും നാരദനും തമ്മിലുള്ള സംഭാഷണം തുടരുന്നു. ശ്രീ നാരദൻ പറഞ്ഞു: ശ്രീകൃഷ്ണ ഭഗവാന്റെ അദ്ഭുത പ്രവൃത്തികൾ കണ്ട ഗോപിക ഗോപന്മാർ നന്ദഗോപനോട് ഇപ്രകാരം ചോദിച്ചു: ഹേ ഗോപരാജാവേ, ഇത്രയും വലിയ പർവ്വതം എടുത്തുയർത്തിപ്പിടിക്കാൻ ശ്രീകൃഷ്ണൻ എങ്ങനെയാണ് ശക്തി ലഭിച്ചത്? അങ്ങും യശോദാദേവിയും വെളുത്ത നിറമുള്ളവരാണ്, എന്നാൽ കൃഷ്ണൻ ശ്യാമവർണ്ണനാണ്. ഇത് ഒരു സാധാരണ കാര്യമല്ലല്ലോ. കൃഷ്ണനെ കാണുമ്പോൾ ഒരു മഹത്വമുള്ള ക്ഷത്രിയ ബാലനെ പോലെ തോന്നുന്നു. ഇതിന്റെ രഹസ്യം നിങ്ങൾ ഞങ്ങളോട് വെളിപ്പെടുത്തിയില്ലെങ്കിൽ നിങ്ങളെ ഈ കുലത്തിൽ നിന്ന് പുറത്താക്കേണ്ടിവരും. ഗോപന്മാരുടെ കടുത്ത ചോദ്യങ്ങൾ കേട്ടപ്പോൾ യശോദാദേവി ഭയത്താൽ വിറച്ചുനിന്നു. എന്നാൽ കോപാകുലരായ ഗോപന്മാരോട് നന്ദഗോപൻ ഗർഗമുനി അന്ന് പറഞ്ഞ കാര്യങ്ങൾ വിശദമായി അവരോട് വെളിപ്പെടുത്തി. ശ്രീകൃഷ്ണൻ ആ നാമം നൽകിയത് ഗർഗ മഹർഷിയാണെന്നും വാസുദേവൻ എന്ന നാമവും ആ ബാലനുണ്ടെന്നും അദ്ദേഹം അറിയിച്ചു. ശ്രീകൃഷ്ണൻ സാക്ഷാൽ ഭഗവാനാണെന്നും കംസാദികളെ വധിച്ച് ഭൂഭാരം തീർക്കാനും ഭക്തരെ രക്ഷിക്കാനുമാണ് ഭഗവാൻ ശിശുവായി അവതരിച്ചതെന്നും ഗർഗ മഹർഷി അരുൾ ചെയ്തതായി നന്ദഗോപൻ കൂട്ടിച്ചേർത്തു. ഇത്രയൊക്കെ നന്ദഗോപൻ വിവരിച്ചിട്ടും ഗോപന്മാരുടെ സംശയം മാറിയില്ല. എന്തുകൊണ്ടാണ് കൃഷ്ണന്റെ നാമകരണം രഹസ്യമായി നടത്തിയത് എന്ന് ചോദിച്ചുകൊണ്ട് കോപാകുലരായ ഗോപന്മാർ നന്ദഗൃഹത്തിൽ നിന്ന് ഇറങ്ങിപ്പോയി. ശേഷം അവർ പോയത് വൃഷഭാനുവിന്റെ ഗൃഹത്തിലേക്കായിരുന്നു. അവിടെ അവർ വൃഷഭാനുവിനോട് ഇപ്രകാരം പറഞ്ഞു: കൃഷ്ണൻ ഒരു സാധാരണ ഗോപബാലൻ മാത്രമല്ലെന്ന് ഞങ്ങൾക്ക് സംശയമുണ്ട്. അതിനാൽ അങ്ങ് നന്ദഗോപനിൽ നിന്ന് അകന്നു നിൽക്കണം.
അല്ലാത്തപക്ഷം ഞങ്ങൾക്കും അങ്ങയെ ഉപേക്ഷിക്കേണ്ടി വരും. ഗോപന്മാരുടെ ഈ വാക്കുകൾ ശ്രവിച്ച വൃഷഭാനു അവരോട് ഇപ്രകാരം മറുപടി പറഞ്ഞു. അസംഖ്യം ബ്രഹ്മാണ്ഡങ്ങളുടെ അധിപനും ഗോലോകത്തിന്റെ നാഥനുമായ സാക്ഷാൽ ശ്രീകൃഷ്ണൻ തന്നെയാണ് അവിടെ അവതരിച്ചിരിക്കുന്നത്. അദ്ദേഹത്തിന്റെ പത്നിയായ രാധാദേവി തന്നെയാണ് എന്റെ പുത്രിയായി ജന്മമെടുത്തിരിക്കുന്നത്. അവരുടെ വിവാഹം ബ്രഹ്മദേവനാൽ നടത്തപ്പെടുമെന്നും ഗർഗ മഹർഷി അരുൾ ചെയ്തിരുന്നു. നാം എല്ലാവരും ഗോലോകത്തിൽ നിന്നുള്ളവരാണ്. ഭഗവാന്റെ ലീലകൾ പൂർത്തിയാക്കാനായി മാത്രമാണ് നാം ഈ ഭൂമിയിൽ ജന്മമെടുത്തിരിക്കുന്നത്. ഇങ്ങനെ വൃഷഭാനു ഭക്തിപൂർവം ദിവ്യരഹസ്യം വെളിപ്പെടുത്തി. ഇതോടെ 3-ാം ഖണ്ഡത്തിലെ 5-ാം അധ്യായം സമാപിക്കുന്നു. ഹരി ഓം. ഹരി ഓം. ഖണ്ഡം 3 ഗിരിരാജഖണ്ഡം. അധ്യായം 6. ഗോപന്മാർ ശ്രീകൃഷ്ണനെ പരീക്ഷിക്കുന്നു. ബഹുലാശ്വനും നാരദനും തമ്മിലുള്ള സംഭാഷണം തുടരുന്നു. ശ്രീനാരദൻ പറഞ്ഞു. നന്ദഗോപന്റെയും വൃഷഭാനുവിന്റെയും വാക്കുകൾ ശ്രവിച്ച ഗോപന്മാർ ആശ്ചര്യചകിതരായി. നന്ദസൂദൻ പരിപൂർണതമനായ ഭഗവാൻ തന്നെയാണോ എന്ന് പരീക്ഷിക്കുവാൻ അവർ തീരുമാനിച്ചു. അതിനോടൊപ്പം വൃഷഭാനുവും നന്ദരാജന്റെ മഹിമയും വൈഭവവും പരീക്ഷിക്കുവാൻ നിശ്ചയിച്ചു. അദ്ദേഹം തങ്കത്തിൽ നിർമ്മിച്ച 1 കോടി മാലകളും അവയ്ക്കൊപ്പമുണ്ടായിരുന്ന അത്യന്തം ശോഭയാർന്ന അനവധി രത്നങ്ങളും എടുത്തു. ഗോപന്മാർ നോക്കി നിൽക്കെ വൃഷഭാനു ആ സ്വർണമാലകളും രത്നങ്ങളും എല്ലാം വലിയ പാത്രങ്ങളിലാക്കി അത്യന്തം ചാതുര്യത്തോടെ നന്ദഗൃഹത്തിലേക്ക് അയച്ചു. നന്ദഗൃഹത്തിലെത്തിയ അവർ ആ പാത്രങ്ങളും അതിനകത്തുണ്ടായിരുന്ന രത്നങ്ങളും സ്വർണമാലകളും നന്ദഗോപർക്ക് സമർപ്പിച്ചു. അതിനുശേഷം അവർ ഇപ്രകാരം പറഞ്ഞു. വൃഷഭാനുവിന്റെ പുത്രിയും അതിസുന്ദരിയുമായ രാധയുടെ വിവാഹാലോചനയ്ക്കായാണ് ഞങ്ങൾ ഇവിടെ എത്തിയിരിക്കുന്നത്. ഹേ നന്ദരാജ, താങ്കളുടെ പുത്രനായ ശ്രീകൃഷ്ണൻ തന്നെയാണ് രാധാദേവിക്ക് ഏറ്റവും ഉത്തമനും യോഗ്യനുമായ വരനെന്ന് വൃഷഭാനു മനസ്സിലാക്കിയിരിക്കുന്നു. അതിനാൽ വൃഷഭാനു വിവാഹാലോചനയ്ക്കായി അയച്ചിരിക്കുന്ന ഈ രത്നങ്ങളും സമ്മാനങ്ങളും സ്വീകരിക്കണമേ. ശേഷം കുലാചാരപ്രകാരം വധുഗൃഹത്തിലേക്ക് അയക്കേണ്ട മംഗളദ്രവ്യങ്ങളും അനുഗ്രഹസമ്മാനങ്ങളും തന്നേച്ചാലും. അത്രയും അമൂല്യമായ ദ്രവ്യം കണ്ടപ്പോൾ നന്ദഗോപൻ ആശ്ചര്യപ്പെട്ടു. അതിന് തത്തുല്യമായ ദ്രവ്യം പകരമായി അയക്കേണ്ടതുണ്ടെന്ന് ചിന്തിച്ച് അദ്ദേഹം യശോദയുമായി ആലോചിക്കുവാൻ മുറിയിലേക്ക് പോയി. എന്നാൽ പകരം നൽകുവാൻ വേണ്ടത്ര ദ്രവ്യം അവിടെ ഉണ്ടായിരുന്നില്ല. എല്ലാവരുടെയും മുൻപിൽ തങ്ങൾ ലജ്ജിതരായി പരിഹസിക്കപ്പെടുമല്ലോ എന്നോർത്ത് നന്ദഗോപനും യശോദയും ഏറെ വിഷമത്തിലായി. അന്നേരം അപ്രതീക്ഷിതമായെന്നോണം ശ്രീകൃഷ്ണ ഭഗവാൻ അവിടെ എത്തിച്ചേർന്നു. അവയിൽ നിന്ന് 100 രത്നങ്ങൾ കയ്യിൽ എടുത്ത് ഭഗവാൻ പുറത്തുള്ള കൃഷിസ്ഥലത്തേക്ക് നടന്നു. ഒരു കൃഷിക്കാരൻ വയലിൽ വിത്തിറക്കുന്നതുപോലെ ശ്രീകൃഷ്ണ ഭഗവാൻ സ്വന്തം കൈകൊണ്ട് ആ രത്നങ്ങളെല്ലാം വയലിൽ വിതച്ചു. ശേഷം നന്ദഗോപൻ രത്നങ്ങൾ എണ്ണിത്തുടങ്ങി. അതിൽ 100 രത്നങ്ങൾ കുറവാണെന്ന് കണ്ടപ്പോൾ അദ്ദേഹം ശ്രീകൃഷ്ണനോട് അതിനെക്കുറിച്ച് ചോദിച്ചു. അപ്പോൾ ശ്രീകൃഷ്ണൻ ചിരിച്ചുകൊണ്ട് ഇപ്രകാരം പറഞ്ഞു. നാം കൃഷിക്കാരായതിനാൽ വിത്ത് മുളപ്പിക്കുക എന്നത് നമ്മുടെ ധർമ്മമല്ലേ? അതുകൊണ്ട് ആ രത്നങ്ങൾ മുളയ്ക്കുവാനായി ഞാൻ അവ മണ്ണിൽ വിതച്ചിരിക്കുന്നു. ഇതു കേട്ട നന്ദഗോപൻ ശ്രീകൃഷ്ണനെ ശകാരിച്ചു. ശേഷം വിതച്ച രത്നങ്ങൾ തിരികെ കൊണ്ടുവരുവാനായി അദ്ദേഹം ഭഗവാനെയും കൂട്ടി ആ വയലിലേക്ക് പോയി. എന്നാൽ അവിടെ അവർ കണ്ടത് അത്ഭുതപ്പെടുത്തുന്ന ഒരു കാഴ്ചയായിരുന്നു. ശ്രീകൃഷ്ണൻ സ്വന്തം കരങ്ങളാൽ വിതച്ച രത്നങ്ങൾ എല്ലാം മുളച്ചിരുന്നു. അവയിൽ കൊമ്പുകളും ഇലകളും മുത്തുകളുടെ കുലകളും നിറഞ്ഞ് മനോഹരമായി നിലകൊണ്ടിരുന്നു. അന്നേരം നന്ദഗോപൻ വ്യക്തമായി തന്റെ പുത്രനായ ശ്രീകൃഷ്ണൻ സാക്ഷാൽ സർവേശ്വരൻ തന്നെയാണെന്ന്. ആ അത്ഭുതലീലയിൽ ഭക്തിയോടെ വിസ്മയിച്ച നന്ദഗോപൻ അവിടെ നിന്ന് കോടിക്കണക്കിന് രത്നക്കുലകൾ പറിച്ചെടുത്തു. വളരെ ഭാരമുള്ള ആ രത്നങ്ങളെല്ലാം അനേകം വണ്ടികളിലാക്കി വരന്റെ ധനമെന്ന നിലയിൽ വൃഷഭാനുവിന്റെ ഗൃഹത്തിലേക്ക് കൊടുത്തേച്ചു. അങ്ങനെ അവർ ആ രത്നങ്ങളുമായി വൃഷഭാനുവിന്റെ ഭവനത്തിലെത്തി. അന്നേരം ഭഗവാന്റെ മഹിമയെക്കുറിച്ചും നന്ദഗോപന്റെ അളവറ്റ വൈഭവത്തെക്കുറിച്ചും എല്ലാവർക്കുമുണ്ടായിരുന്ന സംശയങ്ങൾ പൂർണ്ണമായി നീങ്ങി. രാധാദേവി ശ്രീകൃഷ്ണന്റെ സ്വന്തമാണെന്നും ശ്രീകൃഷ്ണൻ രാധാദേവിയുടെ പ്രിയതമനാണെന്നും എല്ലാവർക്കും വ്യക്തമായി മനസ്സിലായി. ശ്രീകൃഷ്ണ ഭഗവാൻ അന്ന് രത്നങ്ങൾ വിളയിച്ച ആ പുണ്യസ്ഥലം ഇന്ന് മുക്താ സരോവരം എന്ന മഹാതീർത്ഥമായി പരിലസിക്കുന്നു. അവിടെ വച്ച് ഒരു രത്നം ദാനം ചെയ്താൽ പോലും അനേകം രത്നങ്ങൾ ദാനം ചെയ്തതിന്റെ പുണ്യഫലം ലഭിക്കും. ഇങ്ങനെ ഭഗവാന്റെ അദ്ഭുതലീല വിവരിച്ച ശേഷം ദേവർഷി നാരദൻ ബഹുലാശ്വനോട് ഇപ്രകാരം ചോദിച്ചു. അല്ലയോ ബഹുലാശ്വ, ഇനി താങ്കൾക്ക് എന്താണ് അറിയുവാൻ ആഗ്രഹം? ഇവിടെ 3-ാം ഖണ്ഡത്തിലെ 6-ാം അധ്യായം സമാപിക്കുന്നു. ഹരി ഓം. ഹരി ഓം. ഖണ്ഡം 3 ഗിരിരാജഖണ്ഡം. അധ്യായം 7 ഗിരിരാജ തീർത്ഥവർണ്ണനം. ബഹുലാശ്വനും നാരദനും തമ്മിലുള്ള സംഭാഷണം തുടരുന്നു. ബഹുലാശ്വൻ നാരദനോട് ഇപ്രകാരം ചോദിച്ചു. അല്ലയോ നാരദ മഹർഷേ, ഗിരിരാജനായ ഗോവർദ്ധനത്തിൽ ഏതെല്ലാം തീർത്ഥങ്ങളാണ് ഉള്ളതെന്ന് ദയവായി എനിക്ക് വിവരിച്ചു തന്നാലും. ശ്രീ നാരദൻ പറഞ്ഞു. ഗോവർദ്ധനമെന്ന പുണ്യഭൂമിയിൽ അനേകം തീർത്ഥങ്ങൾ ഉണ്ട്. ഇന്ദ്രയാഗം ഉപേക്ഷിച്ച് ശ്രീകൃഷ്ണ ഭഗവാൻ ഗോവർദ്ധന പൂജയ്ക്ക് തുടക്കം കുറിച്ചത് അവിടെ ആണല്ലോ. പാപങ്ങളിൽ നിന്ന് മുക്തി നൽകുന്ന മാനസി ഗംഗ അവിടെ സ്ഥിതി ചെയ്യുന്നു. അതോടൊപ്പം ഗോവിന്ദകുണ്ഡം, ശ്വേതചന്ദ്രസരോവരം, രാധാകുണ്ഡം, കൃഷ്ണകുണ്ഡം, ലളിതാകുണ്ഡം, ഗോപാലകുണ്ഡം, കുസുമസരോവരം തുടങ്ങിയ അനേകം മഹത്തായ തീർത്ഥങ്ങളും ഗോവർദ്ധനത്തിൽ ദർശിക്കുവാൻ സാധിക്കും.
ശ്രീകൃഷ്ണ ഭഗവാന്റെ കിരീടസ്പർശത്താൽ കിരീടരൂപം പ്രാപിച്ച ശിലയും ചിത്രശിലയും ഗോവർദ്ധനത്തിൽ ശോഭിക്കുന്നു. കൃഷ്ണൻ തന്റെ ചങ്ങാതിമാരോടൊപ്പം വാദ്യങ്ങൾ മുഴുക്കിക്കളിച്ച ശില വാദിനിശില എന്ന പേരിൽ അറിയപ്പെടുന്നു. കൃഷ്ണനും കൂട്ടുകാരും പന്ത് കളിച്ച സ്ഥലം കന്തുകക്ഷേത്രം എന്ന പേരിലും ദേവേന്ദ്രൻ ശ്രീകൃഷ്ണനെ നമസ്കരിച്ച സ്ഥലം ശക്രപദം എന്ന പേരിലും അറിയപ്പെടുന്നു. ബ്രഹ്മാവ് ഭഗവാനെ വണങ്ങിയ പുണ്യസ്ഥലം ബ്രഹ്മക്ഷേത്രം എന്നറിയപ്പെടുന്നു. അതുപോലെ ശ്രീകൃഷ്ണൻ ഗോപന്മാരുടെ വസ്ത്രങ്ങൾ ഒളിപ്പിച്ചുവെച്ച സ്ഥലം ഓഷ്ണീഷക്ഷേത്രം എന്ന പേരിലും പ്രസിദ്ധമാണ്. ഒരു ദിവസം തൈര് വിൽക്കാനായി പുറപ്പെട്ട ഗോപികമാരെ ശ്രീകൃഷ്ണ ഭഗവാൻ വഴിയിൽ തടഞ്ഞു നിർത്തി ഇപ്രകാരം പറഞ്ഞു: ഈ വഴിയിലൂടെ പോകുന്നവരെല്ലാം ഞങ്ങൾക്ക് നികുതി നൽകണം. അതിനാൽ നിങ്ങളും ചുങ്കം തരേണ്ടതാണ്. ഇത് കേട്ട് കോപിതരായ ഗോപികമാർ അവരുടെ തൈർക്കുടങ്ങൾ അവിടെ എറിഞ്ഞു ഉടച്ചു. ശേഷം കൃഷ്ണനെ ശാസിച്ചുകൊണ്ട് അവർ സ്വന്തം ഗൃഹങ്ങളിലേക്ക് മടങ്ങിപ്പോയി. തുടർന്ന് ഭഗവാൻ കൃഷ്ണനും ഗോപാലന്മാരും ചേർന്ന് അവിടെയുണ്ടായിരുന്ന വൃക്ഷങ്ങളിലെ ഇലകൾ പറിച്ച് കുമ്പിളുകളാക്കി. ആ ഇലക്കുമ്പിളുകളിൽ തൈര് എടുത്ത് സന്തോഷത്തോടെ കുടിച്ചു. അവിടെയുണ്ടായിരുന്ന വൃക്ഷങ്ങളിലെ ഇലകളെല്ലാം കുമ്പിളുകൾ പോലെയായി. അങ്ങനെ ആ സ്ഥലം ദ്രോണതീർത്ഥം എന്ന പുണ്യസ്ഥാനമായി ഭവിച്ചു. അവിടെ വെച്ച് ഭക്തിപൂർവം തൈര് ദാനം ചെയ്യുന്നവരും കുമ്പിളിൽ തൈര് പാനം ചെയ്യുന്നവരും ഗോലോകപ്രാപ്തി നേടുന്നു. കൃഷ്ണനും ചങ്ങാതിമാരും കണ്ണുകെട്ടിക്കളിച്ച സ്ഥലം ലൗകിക തീർത്ഥം എന്ന പേരിൽ അറിയപ്പെടുന്നു. ഈ ദിവ്യതീർത്ഥം പാപങ്ങളെ നശിപ്പിക്കുന്നതാണ്. ശ്രീകൃഷ്ണലീലകൾ നടന്ന പുണ്യസ്ഥലമാണ് കദംബതീർത്ഥം. അതിന്റെ ദർശനമാത്രയിൽ തന്നെ മനുഷ്യർക്ക് മുക്തി കൈവരും. രാധാദേവി ശ്രീകൃഷ്ണ ഭഗവാനെ അലങ്കരിച്ച സ്ഥലം ശൃംഗാരമണ്ഡലം എന്നറിയപ്പെടുന്നു. കലിയുഗത്തിൽ 4800 വർഷങ്ങൾ പിന്നിടുമ്പോൾ ശൃംഗാരമണ്ഡലത്തിലെ ഗിരിരാജഗുഹയുടെ മധ്യഭാഗത്ത് ഭഗവാന്റെ ദിവ്യരൂപം പ്രത്യക്ഷമാകും. ദേവന്മാരുടെ അഹങ്കാരത്തെ ഇല്ലാതാക്കിയ ആ ദിവ്യരൂപം ശ്രീനാഥൻ എന്ന പേരിൽ അറിയപ്പെടും. ജഗന്നാഥൻ, രംഗനാഥൻ, ദ്വാരകാനാഥൻ, ബദരീനാഥൻ എന്നിവർ ഭാരതത്തിന്റെ 4 ദിക്കുകളിലായി സ്ഥിതി ചെയ്യുന്നു. അവരുടെ മധ്യഭാഗത്തായി ഗോവർദ്ധനനാഥൻ സ്ഥിതി ചെയ്യുന്നു. ഭക്തർ ആരാധിക്കുന്ന ഈ മഹാദിവ്യരൂപങ്ങളെയാണ് പഞ്ചനാഥന്മാർ എന്ന് വിളിക്കുന്നത്. ഈ പഞ്ചനാഥന്മാരെ ദർശിക്കുന്നവർക്ക് മോക്ഷപ്രാപ്തി ലഭിക്കുന്നു. ഗോവർദ്ധനത്തിലെ ഐരാവതത്തിന്റെയും സുരഭിയുടെയും പാദമുദ്രകൾ ദർശിക്കുന്നവർക്ക് വൈകുണ്ഠപ്രാപ്തി ലഭിക്കും. അതുപോലെ ശ്രീകൃഷ്ണ ഭഗവാന്റെ ഹസ്തമുദ്രയും പാദമുദ്രയും ദർശിക്കുന്നവർക്ക് ഗോലോകപ്രാപ്തി ലഭിക്കും. ശേഷം ശ്രീനാരദൻ ഇപ്രകാരം പറഞ്ഞു: അല്ലയോ രാജാവേ, ഗോവർദ്ധനത്തിലെ മഹാപുണ്യ തീർത്ഥങ്ങളെക്കുറിച്ച് ഞാൻ എല്ലാം വിശദമായി വിവരിച്ചുവല്ലോ. ഇനി താങ്കൾക്ക് എന്താണ് ശ്രവിക്കേണ്ടത്? ഇവിടെ 3-ാം ഖണ്ഡത്തിലെ 7-ാം അധ്യായം സമാപിക്കുന്നു. ഹരി ഓം. ഹരി ഓം. ഖണ്ഡം 3 ഗിരിരാജഖണ്ഡം. അധ്യായം 8 ഗിരിരാജ വിഭൂതി വർണ്ണനം. ബഹുലാശ്വനും നാരദനും തമ്മിൽ ഉള്ള സംഭാഷണം തുടരുന്നു. ബഹുലാശ്വൻ നാരദനോട് ഇപ്രകാരം ചോദിച്ചു: അല്ലയോ മഹാമുനിയെ, ഗോവർദ്ധനത്തിന്റെ ഏതെല്ലാം ഭാഗങ്ങളാണ് തീർത്ഥങ്ങളായി സ്ഥിതി ചെയ്യുന്നതെന്ന് ദയവായി പറഞ്ഞു തന്നാലും. ശ്രീ നാരദൻ പറഞ്ഞു: ബ്രഹ്മം എല്ലായിടത്തും ഒരേ സമത്വത്തോടെ നിറഞ്ഞു നിൽക്കുന്നതുപോലെ ഗോവർദ്ധനത്തിന്റെ ഓരോ അംഗവും ഒരുപോലെ ദിവ്യവും പവിത്രവുമാണ്. എന്നാൽ വെവ്വേറെ ഭാവങ്ങളാൽ മാത്രമാണ് അവയെ വേർതിരിച്ചറിയുന്നത്. ശൃംഗാരമണ്ഡലത്തിന്റെ അധോഭാഗത്താണ് ഗോവർദ്ധനത്തിന്റെ മുഖം സ്ഥിതി ചെയ്യുന്നത്. ഇവിടെയാണ് ശ്രീകൃഷ്ണ ഭഗവാൻ അന്നകൂടോത്സവം നടത്തിയത്. മാനസീഗംഗയെ ഗോവർദ്ധനത്തിന്റെ 2 കണ്ണുകളായി മഹർഷികൾ വിശേഷിപ്പിക്കുന്നു. ചന്ദ്രസരോവരം നാസികയാണ്. ഗോവിന്ദകുണ്ഡം അധരമാണ്. ശ്രീകൃഷ്ണകുണ്ഡം മേൽചുണ്ടായും രാധാകുണ്ഡം നാവായും കണക്കാക്കപ്പെടുന്നു. ലളിതാസരസ് കപോലങ്ങളാണ്. ഗോപാലകുണ്ഡം ചെവിയായും കുസുമാകരം അന്ധകരണമായും ആരാധിക്കപ്പെടുന്നു. മൗലിചിഹ്നം നെറ്റിത്തടമായും വാദിനീശില കഴുത്തായും ഭക്തർ ഭാവപൂർവം ദർശിക്കുന്നു. ഗന്ധുകം പാർശ്വഭാഗങ്ങളാണ്. ഓഷ്ണീഷം കടിപ്രദേശമാണ്. ദ്രോണതീർത്ഥം പൃഷ്ഠഭാഗമാണ്. ലൗകികതീർത്ഥം ഉദരമാണ്. കദംബതീർത്ഥം മാറിടമാണ്. ശൃംഗാരമണ്ഡലം ജീവസ്വരൂപമായി വിരാജിക്കുന്നു. ചിത്രശില ശിരസായും ശ്രീകൃഷ്ണ ഭഗവാന്റെ പാദചിഹ്നം ഗിരിരാജന്റെ മനസ്സായും ഭക്തർ ദർശിക്കുന്നു. ഭഗവാന്റെ ഹസ്തചിഹ്നം ബുദ്ധിയായി പ്രകാശിക്കുന്നു. ഐരാവതത്തിന്റെ പാദചിഹ്നം പാദങ്ങളാണ്. സുരഭിപാദം പക്ഷങ്ങളുമാണ്. പുച്ഛകുണ്ട് പുച്ഛമായും വത്സകുണ്ട് ബലമായും രുദ്രകുണ്ഡം ക്രോധമായും പ്രതിപാദിക്കപ്പെടും. കുബേരതീർത്ഥം ഉത്സാഹത്തെയും ബ്രഹ്മതീർത്ഥം പ്രസന്നതയെയും യമതീർത്ഥം അഹങ്കാരത്തെയും സൂചിപ്പിക്കുന്നു. ശ്രീനാരദൻ തുടർന്ന് പറഞ്ഞു: ഗിരിരാജന്റെ ഈ ദിവ്യവിഭൂതികൾ ഭക്തിയോടും ശ്രദ്ധയോടും കൂടി ശ്രവിക്കുന്ന നരോത്തമൻ പരമപവിത്രമായ ഗോലോകധാമം പ്രാപിക്കുന്നു. ഭഗവാൻ ശ്രീകൃഷ്ണന്റെ വക്ഷസിൽ നിന്ന് ഉദ്ഭവിച്ച ഗോവർദ്ധനം പുലസ്ത്യ മഹർഷിയുടെ തേജസ്സുകൊണ്ടാണ് വൃന്ദാവനത്തിൽ എത്തിയത്. ഗിരിരാജന്റെ ദർശനം നടത്തുന്നവർക്ക് പുനർജന്മം ഉണ്ടാകുകയില്ല. ഇവിടെ 3-ാം ഖണ്ഡത്തിലെ 8-ാം അധ്യായം പൂർണ്ണമാകുന്നു. ഹരി ഓം. ഹരി ഓം. ഖണ്ഡം 3 ഗിരിരാജഖണ്ഡം. അധ്യായം 9 ഗിരിരാജോൽപത്തി വർണ്ണനം. ബഹുലാശ്വനും നാരദനും തമ്മിലുള്ള സംഭാഷണം തുടരുന്നു. ബഹുലാശ്വൻ ചോദിച്ചു: അല്ലയോ മഹർഷേ, ഭഗവാൻ ശ്രീകൃഷ്ണന്റെ വക്ഷസിൽ നിന്ന് ഗോവർദ്ധനം എങ്ങനെയാണ് ഉദ്ഭവിച്ചത് എന്ന് ദയവായി പറഞ്ഞു തന്നാലും. മനുഷ്യർക്കു ധർമ്മം, അർത്ഥം, കാമം, മോക്ഷം എന്നിവ പ്രദാനം ചെയ്യുന്നതും
ഭഗവാന്റെ ദിവ്യലീലകളിൽ വിവരിക്കപ്പെട്ടിരിക്കുന്നതുമായ ഗോലോകത്തിന്റെ ഉദ്ഭവത്തെക്കുറിച്ച് നാരദ മഹർഷി ബഹുലാശ്വനോട് വിശദമായി വിവരിച്ചു. ശ്രീകൃഷ്ണ ഭഗവാൻ ആദിയും അന്തവുമില്ലാത്ത പരമപുരുഷനാണ്. കാലത്തിനും പ്രകൃതിക്കും ഗുണങ്ങൾക്കും അതീതനായ ഭഗവാനെ മായ്ക്കോ ത്രിഗുണങ്ങൾക്കോ സ്പർശിക്കാനാവില്ല. മനസ്സ്, ബുദ്ധി, അഹങ്കാരം എന്നിവയ്ക്കും ഭഗവാന്റെ ദിവ്യസ്വരൂപത്തിൽ യാതൊരു സ്വാധീനവുമില്ല. ഗോലോകധാമത്തിൽ ഭഗവാൻ എല്ലാം തന്റെ സ്വന്തം ഇച്ഛയനുസരിച്ച് നിർവഹിക്കുന്നു. ആദ്യമായി ഭഗവാൻ ശ്വേതവർണ്ണത്തിലുള്ള ശേഷനാഗത്തെ സൃഷ്ടിച്ചു. ആ ശേഷനാഗന്റെ മടിയിൽ ഭക്തർക്ക് എപ്പോഴും വസിക്കാവുന്ന ഗോലോകധാമവും സൃഷ്ടിച്ചു. ഗോലോകധാമം പ്രാപിക്കുന്നവർക്ക് ഇനി പുനർജന്മം ഉണ്ടാകില്ല. അതിനുശേഷം ഭഗവാന്റെ പാതാരവിന്ദങ്ങളിൽ നിന്ന് 3 ധാരകളായി ഒഴുകുന്ന ഗംഗാനദി ഉദ്ഭവിച്ചു. പിന്നീട് ഭഗവാന്റെ ഇടതു ചുമലിൽ നിന്ന് യമുനാനദിയും ഉദ്ഭവിച്ചു. ഭഗവാന്റെ കണങ്കാലുകളിൽ നിന്ന് ഹേമരത്നങ്ങളാൽ ശോഭിക്കുന്ന പവിത്രമായ രാസമണ്ഡലവും വിവിധ തരത്തിലുള്ള ആഭരണ സമൂഹങ്ങളും ഉദ്ഭവിച്ചു. ശ്രീകൃഷ്ണന്റെ ജംഘകളിൽ നിന്ന് മനോഹരമായ നികുഞ്ചങ്ങളും പ്രത്യക്ഷപ്പെട്ടു. അവിടെയെങ്ങും വസന്തകാലത്തിന്റെ സൗന്ദര്യം തുളുമ്പിനിന്നു. കുയിലുകൾ അവിടെ പറന്നു കൂജനം ചെയ്തിരുന്നു. മയിലുകളും വണ്ടുകളും സരോവരങ്ങളും ആ ദിവ്യസ്ഥലത്തിന്റെ സൗന്ദര്യം വർദ്ധിപ്പിച്ചു. ഭഗവാന്റെ 2 കാൽമുട്ടുകളിൽ നിന്ന് വൃന്ദാവനം ഉദ്ഭവിച്ചു. ശ്രീകൃഷ്ണന്റെ തുടകളിൽ നിന്ന് ലീലാ സരോവരവും പ്രത്യക്ഷപ്പെട്ടു. ഭഗവാന്റെ അരക്കെട്ടിൽ നിന്ന് സ്വർണ്ണപ്രഭയാൽ ശോഭിക്കുന്ന ഭൂമി രൂപം കൊണ്ടു. ഉദരത്തിലെ രോമാവലികളിൽ നിന്ന് വിശാലമായി പടർന്ന മാധവീ ലതകളും ഉണ്ടായി. ആ ലതകളിൽ നിന്ന് വിവിധ തരത്തിലുള്ള പക്ഷികൾ പറന്നുയർന്ന് മധുരമായ കളകളാരവം മുഴക്കി. ഭഗവാന്റെ നാഭിയിൽ നിന്ന് ഉദ്ഭവിച്ച അനേകം താമരപ്പൂക്കൾ ഗോലോകത്തിലെ സരോവരങ്ങളിൽ ശോഭിച്ചു. ഭഗവാന്റെ ത്രിവലി പ്രദേശത്തുനിന്ന് മന്ദഗതിയിൽ വീശുന്ന ശീതളസമീരണം ഉദ്ഭവിച്ചു. ചുമൽ ഭാഗങ്ങളിൽ നിന്ന് വൈകുണ്ഠം, മധുര, ദ്വാരക എന്നീ ദിവ്യപുരികൾ പ്രത്യക്ഷപ്പെട്ടു. ഭഗവാന്റെ ഭുജങ്ങളിൽ നിന്ന് ശ്രീതാമാവ് മുതലായ 8 പാർഷദന്മാരും ഉദ്ഭവിച്ചു. മണിബന്ധങ്ങളിൽ നിന്ന് നന്ദന്മാരും, കൈകളുടെ അറ്റങ്ങളിൽ നിന്ന് ഉപനന്ദന്മാരും, ഭുജങ്ങളുടെ മൂലഭാഗങ്ങളിൽ നിന്ന് വൃഷഭാനുമാരും, രോമങ്ങളിൽ നിന്ന് ഗോപഗണങ്ങളും ഉണ്ടായി. ശ്രീകൃഷ്ണന്റെ മനസ്സിൽ നിന്ന് പശുക്കളും കാളകളും ഉദ്ഭവിച്ചു. ഭഗവാന്റെ ബുദ്ധിയിൽ നിന്ന് പുല്ലാദികളും അവയ്ക്ക് ആവശ്യമായ മറ്റു അനുഗ്രഹവസ്തുക്കളും പ്രത്യക്ഷപ്പെട്ടു. ഭഗവാന്റെ ഇടത്തെ ചുമലിൽ നിന്നുണ്ടായ തേജസ്സിൽ നിന്നും ലീല, ശ്രീ, ഭൂ, വിരജ എന്നീ സഖിമാരും അവരെപ്പോലെയുള്ള മറ്റു പ്രിയമാരും ഉണ്ടായി. ഭഗവാന്റെ പ്രിയതമയായ ശ്രീരാധ തന്നെയാണ് ലീലാവതി അഥവാ ലീല എന്ന പേരിൽ അറിയപ്പെടുന്നത്. ശ്രീരാധയുടെ ഭുജങ്ങളിൽ നിന്നാണ് വിശാഖയും ലളിതയും എന്നീ സഖിമാർ ഉദ്ഭവിച്ചത്. രാധയുടെ സഹചാരികളായ മറ്റു ഗോപികമാർ രാധയുടെ രോമങ്ങളിൽ നിന്ന് ഉദ്ഭവിച്ചു. ഇപ്രകാരം ഭഗവാൻ ശ്രീകൃഷ്ണൻ ഗോലോകധാമത്തിന്റെ സൃഷ്ടി നിർവഹിച്ചു. തുടർന്ന് തന്റെ പരമപ്രിയായ രാധയോടൊപ്പം ഭഗവാൻ ആ ദിവ്യധാമത്തിൽ ആനന്ദപൂർവ്വം വിഹരിച്ചു. അങ്ങനെ ഒരു ദിവസം തന്റെ ഹൃദയവല്ലഭനായ ശ്രീകൃഷ്ണനെ നോക്കിക്കൊണ്ട് രാധ ഇപ്രകാരം പറഞ്ഞു: ജഗത്പദേ, എന്റെ പ്രേമത്താൽ അങ്ങ് പ്രസന്നനാണെങ്കിൽ ദയവായി എന്റെ മനസ്സിലുള്ള ആഗ്രഹം നിറവേറ്റിത്തന്നാലും. രാധയുടെ പ്രേമത്താൽ പ്രസന്നനായ ഭഗവാൻ ഇപ്രകാരം പറഞ്ഞു: പ്രിയേ, നിന്റെ മനസ്സിലുള്ള ആഗ്രഹം എന്നോട് പറഞ്ഞാലും. അതിനുത്തരമായി രാധ വൃന്ദാവനത്തിൽ യമുനാ തീരത്ത് ഒരു ദിവ്യനികുഞ്ചത്തിന്റെ പാർശ്വഭാഗത്തായി രാസരസത്തിന് യോഗ്യമായ ഒരു ഏകാന്ത സ്ഥലം ഒരുക്കിത്തരണമെന്നു ഭഗവാനോട് അഭ്യർത്ഥിച്ചു. തുടർന്ന് അത്തരത്തിലുള്ള ഒരു സ്ഥലത്തെക്കുറിച്ച് ഭഗവാൻ ചിന്തിച്ചുകൊണ്ടിരിക്കെ ശ്രീകൃഷ്ണന്റെ ഹൃദയത്തിൽ നിന്ന് ഒരു ദിവ്യതേജസ് ഉദ്ഭവിച്ചു. ആ ദിവ്യതേജസ് രാസഭൂമിയിൽ പർവ്വതരൂപമായി വളർന്നു. രത്നങ്ങളും ധാതുക്കളും കൊണ്ട് സമ്പന്നമായ ആ പർവ്വതത്തിൽ അരുവികളും ഗുഹകളും അത്ഭുതകരമായി ശോഭിച്ചു. കദംബം, ബകുളം, അശോകം തുടങ്ങിയ വൃക്ഷങ്ങളും മനോഹരമായ ലതാജാലങ്ങളും ആ പർവ്വതത്തിന്റെ ശോഭ വർദ്ധിപ്പിച്ചു. ഒറ്റ നിമിഷം കൊണ്ട് ആ പർവ്വതം 1,00,000 യോജന വിസ്തൃതിയുള്ളതും 100 കോടി യോജന ഉയരമുള്ളതുമായ മഹാപർവ്വതമായി മാറി. ചിലർ അതിനെ ഗോവർദ്ധനം എന്നും മറ്റു ചിലർ ശതശൃംഗം എന്നും വിളിച്ചു. ഇത് കണ്ട ഗോലോകവാസികൾ ഭയപ്പെട്ടു. അപ്പോൾ ഭഗവാൻ തന്റെ കൈകൊണ്ട് ആ പർവ്വതത്തെ സ്പർശിച്ച് അതിന്റെ വളർച്ച നിർത്തി. ആ പർവ്വതത്തെ കണ്ടപ്പോൾ ശ്രീരാധ അത്യന്തം സന്തോഷിച്ചു. തുടർന്ന് അതിലെ ശാന്തവും ഏകാന്തവുമായ സ്ഥാനങ്ങളിൽ രാധാദേവി ശ്രീകൃഷ്ണനോടൊപ്പം ആനന്ദപൂർവ്വം വിഹരിച്ചു. ഇപ്രകാരം ഗിരിരാജനായ ഗോവർദ്ധനം സാക്ഷാൽ ശ്രീകൃഷ്ണന്റെ പ്രേരണയാൽ വ്രജമണ്ഡലത്തിൽ എത്തിച്ചേർന്നു. മേഘശ്യാമവർണ്ണമുള്ള ഈ പർവ്വതം ദേവന്മാർക്കുപോലും അത്യന്തം പ്രിയപ്പെട്ടതാണ്. ഭാരതത്തിന്റെ പശ്ചിമദിശയിൽ സ്ഥിതി ചെയ്യുന്ന ശാൽമല ദ്വീപിന്റെ മധ്യഭാഗത്ത് ദ്രോണാചലന്റെ പത്നിയുടെ ഗർഭത്തിൽ നിന്നാണ് ഗോവർദ്ധനം ജനിച്ചത്. പിന്നീട് പുലസ്ത്യ മഹർഷി ഗോവർദ്ധനനെ ഭാരതത്തിലെ വ്രജമണ്ഡലത്തിലേക്ക് കൊണ്ടുവന്നു. ഈ പർവ്വതം വൈകുണ്ഠത്തിൽ വളരുന്നതുപോലെ ഭൂമിയിലും വളർന്നാൽ അത് ഭൂമിക്ക് വലിയ ഭാരമായി തീരും. അതിനാലാണ് പുലസ്ത്യ മഹർഷി ഗോവർദ്ധനന്റെ ഉയരം പ്രതിദിനം കുറയട്ടെ എന്ന് ശപിച്ചത്. ഇവിടെ 3-ാം ഖണ്ഡത്തിലെ 9-ാം അധ്യായം സമാപിക്കുന്നു. ഹരി ഓം. ഹരി ഓം. ഖണ്ഡം 3 ഗിരിരാജഖണ്ഡം. അധ്യായം 10 ഗിരിരാജ മഹാത്മ്യ വർണ്ണനം. ബഹുലാശ്വനും നാരദനും തമ്മിലുള്ള സംഭാഷണം തുടരുന്നു. ശ്രീ നാരദൻ പറഞ്ഞു: ഗോദാവരി നദീതീരത്ത് വിജയൻ എന്നു പേരുള്ള ഒരു ബ്രാഹ്മണൻ താമസിച്ചിരുന്നു.
ഒരിക്കൽ കരം അടയ്ക്കുന്നതിനായി അദ്ദേഹം മധുരയിലേക്ക് പോയി. അവിടെ നിന്ന് മടങ്ങിവരുന്ന വഴിയിൽ അദ്ദേഹം ഗോവർദ്ധനത്തിന്റെ അടിവാരത്ത് എത്തിച്ചേർന്നു. അവിടെ നിന്ന് അദ്ദേഹം ഒരു പാറകഷ്ണം എടുത്ത് വ്രജമണ്ഡലത്തിനു പുറത്തേക്ക് പുറപ്പെട്ടു. എന്നാൽ അപ്പോഴുതന്നെ ആ ബ്രാഹ്മണൻ ഭയാനകനായ ഒരു ഘോര രാക്ഷസന്റെ മുന്നിൽ അകപ്പെട്ടു. രാക്ഷസനെ കണ്ടപ്പോൾ അദ്ദേഹം വല്ലാതെ ഭയപ്പെട്ടു. എന്നാൽ ഓടിപ്പോകാനുള്ള ശക്തി ഇല്ലാത്തതിനാൽ ആ ബ്രാഹ്മണൻ ഭയത്തോടെ അവിടെ തന്നെ നിന്നു. അന്നേരം ആ രാക്ഷസൻ അത്യന്തം വിശന്നിരിക്കുകയായിരുന്നു. അതിനാൽ ബ്രാഹ്മണനെ ഭക്ഷിക്കുവാനായി അവൻ അദ്ദേഹത്തിന്റെ അടുത്തേക്ക് നീങ്ങി. രക്ഷപ്പെടാൻ മറ്റൊരു മാർഗവും ഇല്ലാതായപ്പോൾ ബ്രാഹ്മണൻ തന്റെ കയ്യിലുണ്ടായിരുന്ന ഗോവർദ്ധനശില എടുത്ത് ആ രാക്ഷസന്റെ നേരെ എറിഞ്ഞു. ആ ശില സ്പർശിച്ചതോടെ രാക്ഷസൻ തന്റെ ഭയാനകമായ ശരീരം ഉപേക്ഷിച്ചു. തുടർന്ന് കയ്യിൽ ഓടക്കുഴലുമായി ശ്യാമസുന്ദരമായ ഒരു ദിവ്യരൂപം അവൻ പ്രാപിച്ചു. ആ ദിവ്യദേഹം പ്രാപിച്ച സിദ്ധൻ ബ്രാഹ്മണനെ കൈകൂപ്പി പ്രണമിച്ച ശേഷം ഇപ്രകാരം പറഞ്ഞു: ബ്രാഹ്മണശ്രേഷ്ഠ, അങ്ങ് എന്നെ ഈ രാക്ഷസ ജന്മത്തിൽ നിന്ന് മോചിപ്പിച്ചിരിക്കുന്നു. പവിത്രമായ ഈ ഗോവർദ്ധനശില സ്പർശിച്ച മാത്രയിൽ എനിക്ക് മഹത്തായ ശ്രേയസ്സും ദൈവാനുഗ്രഹവും ലഭിച്ചു. മഹാത്മാവേ, എന്നെ രക്ഷിച്ച അങ്ങയുടെ പാദങ്ങളിൽ എന്റെ ശതകോടി പ്രണാമങ്ങൾ സമർപ്പിക്കുന്നു. അപ്പോൾ ബ്രാഹ്മണൻ പറഞ്ഞു: താങ്കളുടെ വാക്കുകൾ എന്നെ അത്യന്തം ആശ്ചര്യചകിതനാക്കുന്നു. ഈ ശിലയുടെ സ്പർശനം കൊണ്ട് ലഭിക്കുന്ന ഫലം എന്താണെന്ന് എനിക്ക് അറിയില്ല. അതുകൊണ്ട് ദയവായി അതിന്റെ മഹിമ എനിക്ക് വിവരിച്ചു തന്നാലും. അതിനുശേഷം ദിവ്യദേഹം പ്രാപിച്ച ആ സിദ്ധൻ ഗോവർദ്ധനത്തിന്റെ പവിത്രമായ മാഹാത്മ്യം ആ ബ്രാഹ്മണനോട് വിവരിച്ചു. ഗോവർദ്ധനഗിരി സാക്ഷാൽ ശ്രീഹരിയുടെ ദിവ്യസ്വരൂപമാണ്. അതിന്റെ ദർശനം കൊണ്ടുമാത്രം ഒരുവൻ കൃതാർത്ഥനായി മാറുന്നു. അനേകം വർഷങ്ങൾ തപസ് ചെയ്യുന്നതിലൂടെയും പുണ്യസ്ഥലങ്ങൾ ദർശിക്കുന്നതിലൂടെയും അശ്വമേധയാഗം നടത്തുന്നതിലൂടെയും ധാരാളം സ്വർണവും ഗോക്കളെയും ദാനം ചെയ്യുന്നതിലൂടെയും ലഭിക്കുന്ന അതേ ഫലം ഗോവർദ്ധന സേവയാൽ പ്രാപ്യമാകുന്നു. ആരാണോ അചഞ്ചലമായ ഭക്തിയോടെ മനസ്സ് ശ്രീകൃഷ്ണ ഭഗവാനിൽ ഏകാഗ്രമാക്കി പവിത്രവും നിർമ്മലവുമായ ഗോവിന്ദകുണ്ഡത്തിൽ സ്നാനം ചെയ്യുന്നത്, അവർ ഭഗവാന്റെ കൃപയാൽ നിശ്ചയമായും മോക്ഷപദം പ്രാപിക്കുന്നു. പുണ്യമയമായ ഗോവർദ്ധന ശിലയുടെ സ്പർശനം കൊണ്ടുമാത്രം തനിക്ക് സാരൂപ്യ മോക്ഷം ലഭിച്ചുവെന്നും അതുതന്നെയാണ് അതിന്റെ ദിവ്യ മാഹാത്മ്യത്തിന് സാക്ഷ്യമെന്നും ആ സിദ്ധൻ സ്വന്തം അനുഭവം ഉദാഹരണമായി എടുത്ത് ബ്രാഹ്മണനോട് വിനയപൂർവ്വം വിശദീകരിച്ചു. ഇവിടെ 3-ാം ഖണ്ഡത്തിലെ 10-ാം അധ്യായം സമാപിക്കുന്നു. ഹരി ഓം. ഹരി ഓം. ഖണ്ഡം 3. ഗിരിരാജഖണ്ഡം. അധ്യായം 11. ഗിരിരാജ പ്രഭാവ പ്രസ്താവനാ വർണ്ണനം. ബഹുലാശ്വനും നാരദനും തമ്മിലുള്ള സംഭാഷണം തുടരുന്നു. ശ്രീ നാരദൻ പറഞ്ഞു: ഗിരിരാജന്റെ പ്രഭാവം മനസ്സിലാക്കിക്കൊടുത്ത ആ ദിവ്യദേഹം പ്രാപിച്ച സിദ്ധനോട് ബ്രാഹ്മണൻ ഇപ്രകാരം ചോദിച്ചു: പൂർവ്വജന്മത്തിൽ താങ്കൾ ആരായിരുന്നു? ഏത് പാപകർമ്മത്തിന്റെ ഫലമായാണ് താങ്കൾക്ക് ഈ അസുരജന്മം ലഭിച്ചത്? ദയവായി അതും എനിക്ക് പറഞ്ഞു തന്നാലും. അപ്പോൾ ആ ദിവ്യദേഹം പ്രാപിച്ച സിദ്ധൻ തന്റെ പൂർവ്വജന്മകഥ ബ്രാഹ്മണനോട് വിവരിച്ചു കൊടുത്തു. പൂർവ്വജന്മത്തിൽ അദ്ദേഹം അതിധനികനായ ഒരു വൈശ്യനായിരുന്നു. എന്നാൽ ബാല്യകാലം മുതൽ തന്നെ ചൂതാട്ടത്തോടുള്ള താൽപര്യം അദ്ദേഹത്തിന്റെ മനസ്സിൽ വളർന്നു. ക്രമേണ അദ്ദേഹം തെറ്റായ മാർഗത്തിലേക്ക് വഴുതിപ്പോവുകയും വേശ്യാസംഘത്തിൽ ആസക്തനാവുകയും മദ്യത്തിന് അടിമപ്പെടുകയും ചെയ്തു. ഇതിനാൽ മാതാപിതാക്കളിൽ നിന്നും ഭാര്യയിൽ നിന്നും അദ്ദേഹത്തിന് നിരന്തരം ശകാരം ലഭിച്ചിരുന്നു. ഒരു ദിവസം അദ്ദേഹം തന്റെ മാതാപിതാക്കൾക്ക് വിഷം കൊടുത്തു കൊന്ന ശേഷം പത്നിയെയും കൂട്ടിക്കൊണ്ട് പുറത്തേക്ക് പോയി. വഴിമധ്യേ പാപബുദ്ധിയാൽ മൂടപ്പെട്ട അദ്ദേഹം തന്റെ ഭാര്യയെയും വാൾ കൊണ്ട് വെട്ടിക്കുന്നു. അനന്തരം ഒരു വേശ്യയോടൊപ്പം അദ്ദേഹം ദക്ഷിണ ദിശയിലേക്ക് യാത്ര തിരിച്ചു. അവിടെ ഒരിടത്ത് താമസമാക്കി ഭയമില്ലാതെ കൊള്ളയടിച്ചുകൊണ്ട് ജീവിതം നയിച്ചു. കാലക്രമേണ അവന്റെ പാപങ്ങൾ വീണ്ടും വർദ്ധിച്ചു. ഒരു ദിവസം കൂടെയുണ്ടായിരുന്ന ആ വേശ്യയും അവൻ പൊട്ടക്കിണറ്റിലേക്ക് തള്ളിയിട്ട് കൊന്നു. അതിനുശേഷം കരുണയും വിവേകവും നഷ്ടപ്പെട്ടവനായി അവൻ അനേകം നിരപരാധികളെ നിർദ്ദയം കൊന്നൊടുക്കി. ധനലോഭം മോഹിച്ചുകൊണ്ട് ഒട്ടനേകം ബ്രഹ്മഹത്യയും ക്ഷത്രിയഹത്യയും വൈശ്യഹത്യയും ശൂദ്രഹത്യയും അവൻ നടത്തി. ഒരു ദിവസം മൃഗങ്ങളെ വേട്ടയാടുന്നതിനായി അവൻ വനത്തിലൂടെ സഞ്ചരിക്കുകയായിരുന്നു. അപ്പോൾ അശ്രദ്ധയാൽ അവൻ ഒരു സർപ്പത്തെ ചവിട്ടി. ഉടൻ തന്നെ ആ സർപ്പം അവനെ ദംശിച്ചു. അങ്ങനെ പാപ് ഭാരത്തിൽ മുങ്ങിയ അവന്റെ ജീവിതം അവിടെ അവസാനിച്ചു. ആ സമയത്ത് ഭയങ്കരരായ യമദൂതന്മാർ അവിടെ വരികയും അവനെ നരകത്തിലേക്ക് കൊണ്ടുപോവുകയും ചെയ്തു. അങ്ങനെ തന്റെ പാപകർമ്മങ്ങളുടെ ഫലമായി ഒരു മന്വന്തരകാലം മുഴുവൻ അവൻ കുംഭീഭാഗ നരകത്തിൽ കഠിനയാതനകൾ അനുഭവിച്ചു. തുടർന്ന് അത്രയും കാലം തന്നെ തപ്തസൂർമി എന്ന ഭയാനകമായ മറ്റൊരു നരകത്തിലും അവനെ കൊണ്ടുപോയി കഠിനമായ ദുഃഖങ്ങൾ അനുഭവിപ്പിച്ചു. അനന്തരം അവൻ കർമ്മവാസന അനുസരിച്ച് ഭാരതഭൂമിയിൽ അനേകം തവണ പന്നിയായും പുലിയായും ഒട്ടകമായും പോത്തായും സർപ്പമായും ജന്മമെടുത്തു. ദീർഘകാലത്തിനുശേഷം ജലമില്ലാത്തതും ജനവാസമില്ലാത്തതുമായ ഒരു ഭയാനക വനത്തിൽ അവൻ ദുഷ്ടരാക്ഷസനായി ജന്മമെടുത്തു. ഒരിക്കൽ ഏതോ ഒരു ശൂദ്രന്റെ ശരീരത്തിൽ പ്രവേശിച്ച് അവൻ വ്രജഭൂമിയിൽ എത്തിച്ചേർന്നു. അതിനുശേഷം അവൻ അവിടെയെങ്ങും അലഞ്ഞു തിരിഞ്ഞു നടക്കുകയായിരുന്നു. അവനാണ് പിന്നീട് ആ ബ്രാഹ്മണന്റെ മുമ്പിൽ എത്തിയത്. പവിത്രമായ ഗോവർദ്ധന ശിലയുടെ സ്പർശനം ലഭിച്ച നിമിഷം തന്നെ ഭഗവാന്റെ കൃപയാൽ അവൻ ദിവ്യദേഹം പ്രാപിച്ച സിദ്ധനായി മാറി.
ശ്രീ നാരദൻ തുടർന്നു പറഞ്ഞു. അങ്ങനെ സിദ്ധൻ തന്റെ ചരിത്രം ബ്രാഹ്മണനോട് വിവരിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഗോലോകത്തിൽ നിന്ന് അനേകം പാർഷദന്മാരെ വഹിച്ചുകൊണ്ട് മനോഹരമായ ഒരു ദിവ്യരഥം അവിടെ വന്നെത്തി. ആ ദിവ്യരഥത്തെ കണ്ടപ്പോൾ ബ്രാഹ്മണനും സിദ്ധനും ഭക്തിയോടെ കൈകൂപ്പി നമസ്കരിച്ചു. അതിനുശേഷം സിദ്ധനെ ആ രഥത്തിൽ കയറ്റി ശ്രീകൃഷ്ണ ലോകത്തേക്ക് കൊണ്ടുപോയി. അങ്ങനെ ആ ബ്രാഹ്മണനും ഗോവർദ്ധനത്തിന്റെ മാഹാത്മ്യം വ്യക്തമായി മനസ്സിലാക്കി. തുടർന്ന് അദ്ദേഹം ഗോവർദ്ധനത്തെ പ്രദക്ഷിണം ചെയ്തു. വീണ്ടും ഭക്തിപൂർവം പ്രണമിച്ച് ബ്രാഹ്മണൻ സ്വഗൃഹത്തിലേക്ക് മടങ്ങിപ്പോയി. ആരാണോ ഗിരിരാജന്റെ ഈ മാഹാത്മ്യം ശ്രവിക്കുന്നത് അവർ ഇഹലോകത്തിൽ സുഖം അനുഭവിക്കുകയും പരലോകത്തിൽ ഉത്തമഗതി പ്രാപിക്കുകയും ചെയ്യും എന്ന് ശ്രീ നാരദൻ കൂട്ടിച്ചേർത്തു. ഇവിടെ 3-ാം ഖണ്ഡത്തിലെ 11-ാം അധ്യായം സമാപിക്കുന്നു. ഗിരിരാജഖണ്ഡം സമാപ്തം. ഹരി ഓം.